الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫിറു മിനദ് ദുനൂബ്. തൗഹീദിന്റെ ശ്രേഷ്ഠതയും അതുപോലെ തന്നെ ആ തൗഹീദ് അത് പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്, അത് ഇല്ലാതാക്കി കളയുന്നതാണ് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അധ്യായത്തിന്റെ നാമം. തൗഹീദിന്റെ 5 ശ്രേഷ്ഠതകളാണ് ഈ അധ്യായത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ശ്രേഷ്ഠത നമ്മൾ പഠിക്കുകയുണ്ടായി. തൗഹീദുള്ള ആളുകൾക്ക്, ശിർക്ക് സംഭവിക്കാത്ത ആളുകൾക്ക് അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. അതാണ് തൗഹീദിന്റെ ഒന്നാമത്തെ ശ്രേഷ്ഠത. രണ്ടാമത്തെ ശ്രേഷ്ഠതയായി ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹദീസാണ് നൽകിയിട്ടുള്ളത്. അതിൽ തൗഹീദിന്റെ ശ്രേഷ്ഠതയായി പറയപ്പെട്ട കാര്യം, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ്, അതുപോലെ ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയിലേക്ക് ഇട്ടുകൊടുത്ത അല്ലാഹുവിന്റെ കലിമത്താണ്, അതുപോലെ സ്വർഗവും നരകവും സത്യമാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ആരെങ്കിലും അത് സാക്ഷ്യം വഹിച്ചാൽ, അഥവാ അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ, ഹദീസിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അതാണ് തൗഹീദിന്റെ അതിന്റെ രണ്ടാമത്തെ ശ്രേഷ്ഠത. തൗഹീദുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ തൗഹീദുള്ള ആളുകൾ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അത് ആളുകൾക്കനുസരിച്ച്, വ്യക്തികൾക്കനുസരിച്ച് ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അഥവാ തൗഹീദുള്ള ആളുകളിൽ തന്നെ എല്ലാവരും ഒരേ പദവിയിലല്ല. തൗഹീദ് പൂർത്തീകരിച്ച, തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള ആളുകൾ അവർ സ്വർഗ്ഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതാണ്. അതിനാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് ദുഖൂലുൻ ഇബ്തിദാഇയുൻ, അഥവാ സ്വർഗ്ഗത്തിലേക്ക് ആദ്യം തന്നെ നേരിട്ട് പ്രവേശിക്കുക. മഹ്ശറിൽ വെച്ച് അവർക്ക് വിചാരണയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, അവർ സ്വർഗ്ഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കപ്പെടുന്നതാണ്. എന്നാൽ ചില ആളുകളുണ്ട്, അവർ ദുഖൂലുൻ മആലിയുൻ, അതായിരിക്കും അവർക്കുണ്ടാവുക. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ മരണപ്പെട്ട ആളുകൾ, അതോടൊപ്പം വൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ പാപത്തിൽ നിന്ന് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അവർക്ക് പുറത്തു കൊടുത്തേക്കാം. അതല്ലെങ്കിൽ അല്ലാഹു അവരെ നരകത്തിൽ ശിക്ഷിക്കുകയും അവരുടെ തെറ്റുകൾക്കനുസൃതമായി ശിക്ഷകൾ ലഭിച്ചതിന് ശേഷം അല്ലാഹു അവരെ പിന്നീട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ചില ആളുകൾ അങ്ങനെയാണ്, അവർ നേരിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്നില്ല. അവർ അവരുടെ തെറ്റുകൾ കാരണമായി, അവർ ചെയ്ത പാപങ്ങൾ കാരണമായി അവർ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം സ്വർഗ്ഗത്തിൽ എത്തുന്ന ആളുകളുണ്ട്. അതിനാണ് ദുഖൂലുൽ മആലി എന്ന് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഇനി അടുത്തതായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് മൂന്നാമത്തെ കാര്യമാണ്. തൗഹീദിന്റെ മൂന്നാമത്തെ ശ്രേഷ്ഠതയാണ്. അതാണ് അടുത്ത ഹദീസായി മുഅല്ലിഫ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള നൽകിയിട്ടുള്ളത്. എന്താണ് ഹദീസ്? അവിടുന്ന് പറഞ്ഞതായി കാണാം, വലഹുമാ ഫീ ഹദീസ് ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഹദീസാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ടാണ് വലഹുമ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വിശ്വസിക്കുകയും അത് നാവുകൊണ്ട് പറയുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവൻ എങ്ങനെയാണ് അത് പറയേണ്ടത്? യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ മുഖം,
അത് പരലോകത്ത് ദർശിക്കണം, അള്ളാഹുവിന്റെ മുഖം അത് കൺകുളിർക്കെ കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. അഥവാ ഇഖ്ലാസോടു കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് പിന്നിൽ അവന് മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല. ദുനിയാവിന്റെ നേട്ടങ്ങളോ ദുനിയാവിന്റെ മറ്റ് വിഭവങ്ങളോ ഒന്നും ലഭിക്കുന്നതിന് വേണ്ടിയല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ളത്, മറിച്ച് അള്ളാഹുവിനെ കാണണം എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. അങ്ങനെ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ, അത് പറഞ്ഞാൽ, അത് ഉരുവിട്ടാൽ അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിഷിദ്ധമാക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു നൽകിയ വലിയൊരു സന്തോഷ വാർത്തയാണ് ഇക്കാര്യം. അതുകൊണ്ട് തന്നെ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മകനായ അബൂബക്കറിനോട് പറഞ്ഞതായി കാണാം, ഇഹ്ഫൽ ഹാദൽ ഹദീസ് ഫഇന്നഹു മിൻ കുനൂസിൽ ഹദീസ്. നീ ഈ ഹദീസ് മനഃപ്പാഠമാക്കുക, കാരണം ഹദീസുകളുടെ അതിൽപ്പെട്ട നിധികളിൽപ്പെട്ട ഒരു ഹദീസാകുന്നു ഇത് എന്ന് അദ്ദേഹം തന്റെ മകനോട് ഉപദേശിച്ചതായി കാണാം. ഇതേ രൂപത്തിൽ മറ്റ് ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് റസൂലിനോട് ചോദിക്കുകയാണ്, മൽ മൂജിബതാനി, റസൂലെ നിർബന്ധമാക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? റസൂൽ പറയുന്നു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇപ്പൊ ശിർക്ക് സംഭവിക്കാതെ മരണപ്പെട്ടവർ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നത് അത് ഉറപ്പായും നടക്കുന്ന കാര്യമാണ്. വമൻ മാത യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ. എന്നാൽ ആരെങ്കിലും അല്ലാഹുവിൽ വല്ലതിനെയും പങ്കു ചേർത്തുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ നരകത്തിലും പ്രവേശിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഈ ഹദീസിൽ നിങ്ങൾ നോക്കൂ, അവിടെ കാണാം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, ഉച്ചരിച്ചാൽ എന്നാണ്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു വ്യക്തി അവൻ മുസ്ലിം ആകുന്ന സന്ദർഭത്തിൽ അവന് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഉച്ചരിക്കണം, നാവുകൊണ്ട് അത് പറയണം. അപ്പോൾ മാത്രമാണ് അവന്റെ ഇസ്ലാം ശരിയാവുകയുള്ളൂ. അതല്ല എങ്കിൽ അവന്റെ ഇസ്ലാം അത് ശരിയാവുകയില്ല. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ അവർ ഇജ്മാ ഉദ്ധരിച്ചതായി കാണാം. ഇമാം നവവിയും അതുപോലെ തന്നെ ഇബ്നു സലാഹ് റഹിമഹുമുല്ലാഹ് അവരൊക്കെ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അഥവാ ഷഹാദത്ത് ഒരാൾ മുസ്ലിം ആകുമ്പോൾ അവന് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അത് നാവുകൊണ്ട് പറയണം, അത് പ്രഖ്യാപിക്കണം. അപ്പോഴാണ് അവന്റെ ആ ഷഹാദത്ത് അത് പൂർണ്ണമാകുന്നത്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നമുക്ക് കാണാം, യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അള്ളാഹുവെ കണ്ടുമുട്ടണം, അള്ളാഹുവിന്റെ മുഖം ദർശിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കേവലം നാവുകൊണ്ട് ഉച്ചരിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവിടെ ചില നിബന്ധനകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അത് ഈ ഹദീസിൽ പറയപ്പെട്ട നിബന്ധനയാണ് അൽ ഇഖ്ലാസു ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, അവർക്ക് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കും? ദുനിയാവായിരിക്കും. ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം, അതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളുണ്ട്. ഇഖ്ലാസ് ഇല്ലാതെ ദുനിയാവിന്റെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരുണ്ട്. അത്തരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നവരായിരിക്കണം. ഇതുപോലെ ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കേവലം നാവുകൊണ്ട് ഉച്ചരിക്കുകയല്ല, മറിച്ച് അതിന്റെ ചില നിബന്ധനകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ചില ഹദീസുകളിൽ കാണാം, സാദിഖൻ മിൻ ഖൽബിഹി, അവൻ അവന്റെ ഹൃദയത്തിൽ സത്യസന്ധതയോടുകൂടിയായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവൻ അതിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. എന്താണ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ? അവൻ പറയുന്ന കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മുനാഫിക്കുകളായ ആളുകൾ അവർക്ക് സിദ്ഖ് ഉണ്ടായിരുന്നില്ല. അവർ സിദ്ഖിന്റെ നേർ വിപരീതമായ കദിബ്, കളവായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത്. അവരുടെ ഹൃദയത്തിൽ അവർ കുഫർ, നിഫാഖ് ഒളിപ്പിച്ചു വെക്കുകയും പുറമെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്തു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത്, യഖൂലൂന ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം. അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്ത കാര്യമാണ് അവരവരുടെ നാവ് കൊണ്ട് പറയുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ സിദ്ഖ് ഉണ്ടായിരിക്കണം, സിദ്ഖോട് കൂടിയായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. മറ്റു ചില ഹദീസുകളിൽ നമുക്ക് കാണാം, ഗൈറ ശാക്കിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ സംശയം ഉണ്ടാകാൻ പാടില്ല, ശക്കില്ലാത്ത രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും വേണം. അതുപോലെ തന്നെ മറ്റു ചില ഹദീസുകളിൽ കാണാം, മുസ്തൈഖിനൻ ബിഹാ ഖൽബു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഹൃദയത്തിൽ അചഞ്ചലമായി ദൃഢമായി വിശ്വസിക്കണം. ശക്കിന്റെ നേർ വിപരീതമാണ് യഖീൻ എന്ന് പറയുന്നത്, ഉറപ്പുണ്ടായിരിക്കണം. അങ്ങനെ ഇത്തരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകൾക്കാണ്, അവരുടെ മേലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത്.
മഹാനായ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ജനങ്ങളിൽ ചില ആളുകൾ അവരിങ്ങനെ പറയുന്നുണ്ട്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ആ സന്ദർഭത്തിൽ ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅദ്ദാ ഹഖ്ഖഹാ വഫർളഹാ ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവുകൊണ്ട് പറയുകയും എന്നിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നൽകേണ്ട ബാധ്യതകളുണ്ട്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നതോടുകൂടി അവനിൽ നിർബന്ധമാകുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ അവൻ നിർവഹിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ഇമാം വഹ്ബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചില ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വർഗ്ഗത്തിന്റെ താക്കോലല്ലേ എന്ന ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞു, ബല, അത് സ്വർഗ്ഗത്തിന്റെ താക്കോൽ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാകിൻ മാ മിൻ മിഫ്താഹിൻ ഇല്ലാ വലഹു അസ്നാൻ. ഏത് താക്കോലിനും ആ താക്കോലിന്റേതായ അതിന്റേതായ പല്ലുകൾ ഉണ്ടാകും. ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാനുൻ ഫുതിഹ ലക്. അദ്ദേഹം പറയുകയാണ്, പല്ലുകളൊക്കെ താക്കോലുമായിട്ടാണ് നീ ആ സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കാൻ ചെല്ലുന്നതെങ്കിൽ നിനക്ക് ആ കവാടം തുറക്കപ്പെടും. വഇല്ലാ ലം യുഫ്തഹ് ലക്, അതല്ലെങ്കിൽ നിനക്കത് തുറക്കപ്പെടുകയില്ല. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് അതിന് ചില നിബന്ധനകളുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് ഇമാം വഹബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാഹ് നൽകുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പ്രഖ്യാപിക്കുകയും അത് അതിന്റെ ശുറൂത്തുകളോടുകൂടി നിബന്ധനകളോടുകൂടി അത് പാലിക്കുകയും ചെയ്താൽ അത് ഒരു വ്യക്തിക്ക് ഉപകരിക്കുന്നതാണ്. അതല്ലാതെ കേവലം നാവുകൊണ്ട് ഇങ്ങനെ പറയുക എന്നതിനപ്പുറമായി ഈ പറയപ്പെട്ട നിബന്ധനകൾ അവിടെ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഹദീസിൽ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എന്ത് ശ്രേഷ്ഠതയാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളുകൾ, തൗഹീദുള്ള ആളുകൾ, അവരുടെ മേൽ നരകം നിഷിദ്ധമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ തൗഹീദുള്ള ആളുകൾ, ശിർക്ക് സംഭവിക്കാത്ത ആളുകൾ, അവരുടെ മേൽ നരകം നിഷിദ്ധമാണ്. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അവരുടെ മേൽ അല്ലാഹു നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഈ വാഗ്ദാനം അല്ലാഹു ഒരിക്കലും ലംഘിക്കുകയില്ല. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ ഹറാമാണ് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നുള്ളത് അത്തഹരീമു യൻഖസിമു ഇലാ ഖിസ്മൈൻ. അത് രണ്ട് തരത്തിലാണ് ഉണ്ടാവുക. അല്ലാഹു നിഷിദ്ധമാക്കിയത് അത് രണ്ട് തരത്തിലാണ്. ഒന്നാമത്തേത് ഖദ് യകൂനു തഹരീമു തഹരീമ ദുഖൂൽ. അല്ലാഹു നരകം അവരുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ നരകത്തിലേക്ക് തീരെ പ്രവേശിക്കുകയില്ല. നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞു, സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ അവർ നരകത്തിൽ തീരെ പ്രവേശിക്കുന്നില്ല. അതാണ് തഹരീമു ദുഖൂൽ. അവർ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ആ പ്രവേശനം തന്നെ അവരുടെ മേൽ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതാരാണ്? തൗഹീദ് പൂർത്തീകരിച്ച, തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾ അവർ ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അപ്പോൾ തൗഹീദ് പൂർത്തീകരിച്ചവർ, ഈമാൻ പൂർത്തീകരിച്ചവർ എന്ന് പറയുമ്പോൾ അവർ വൻ പാപങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ വൻ പാപങ്ങൾ സംഭവിച്ചാൽ തൊട്ടുടനെ തന്നെ തൗബ ചെയ്യുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ആളുകൾ. അവരെ കുറിച്ചാണ് കമാലുൽ ഈമാൻ, അതേപോലെ കമാലുൽ തൗഹീദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇനം ആളുകൾ അവർ ആരാണ്? ഖദ് യകൂനു തഹരീമു തഹരീമൽ ഖുലൂദ്. ചില ആളുകൾ അവരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ നരകത്തിൽ ശാശ്വതമായി അതിൽ കഴിയുന്നത് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അത്തരത്തിലുള്ള ആളുകൾ ആരാണ്? തൗഹീദുള്ള ആളുകൾ. വൻപാപം സംഭവിച്ച് ആ വൻപാപത്തിൽ നിന്ന് തൗബ ചെയ്യാതെ മരണപ്പെട്ട ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾ അവർക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് പുറത്തു കൊടുത്തേക്കാം. അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ നരകത്തിൽ പ്രവേശിക്കപ്പെടും. പക്ഷേ അവർ എന്തല്ല, നരകത്തിൽ ശാശ്വതമായി എന്നെന്നും നരകത്തിൽ അവർ കഴിയുകയില്ല. മറിച്ച് കുറച്ചു കാലം അവർ നരകത്തിൽ കഴിയുകയും അവരുടെ ശിക്ഷകൾ കഴിഞ്ഞാൽ ശഫാഅത്ത് കാരണമായി, അതല്ലെങ്കിൽ അവരുടെ ശിക്ഷയുടെ കാലം കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അവരെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നരകം അവരുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തരത്തിലുള്ള ഏതെങ്കിലും ഒന്നായിരിക്കാം അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അത്തൗഹീദു യുൻജി മിനന്നാർ. തൗഹീദ് ഒരു വ്യക്തിയെ നരകത്തിൽ നിന്ന് അവനെ രക്ഷിക്കുന്നതാണ്. കമാലുഹു യുൻജി മിൻ ദുഖൂലിഹ. തൗഹീദ് പൂർണ്ണമാക്കിയാൽ ആ നരകത്തിൽ നിന്ന് പ്രവേശിക്കുന്നതിൽ നിന്നും അവനെ രക്ഷിക്കുന്നതാണ്, അവനെ തടുക്കുന്നതാണ്. വഖലീലുഹു യുൻജി മിനൽ ഖുലൂദി ഫീഹ. എന്നാൽ ആ തൗഹീദ് പൂർണ്ണമല്ലാത്ത ആളുകൾ, അത് അല്പമേ ഉള്ളൂ എങ്കിൽ അത് നരകത്തിൽ നിന്നും
ശാശ്വതനാകുന്നതിൽ നിന്നും, ആ നരകത്തിൽ ശാശ്വതമായി കഴിയുന്നതിൽ നിന്നും അവനെ ആ തൗഹീദ് അവനെ രക്ഷിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ തൗഹീദിന്റെ മൂന്നാമത്തെ ശ്രേഷ്ഠതയാണ് ഈ ഹദീസിൽ നിന്നും നമ്മൾ പഠിച്ചത്. എന്താണ്? തൗഹീദുള്ള ആളുകളുടെ മേൽ അള്ളാഹു നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അടുത്ത ഹദീസ് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസ് ഉദ്ധരിച്ച സ്വഹാബിയാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. റസൂലിൽ നിന്ന് 1000-ൽ അധികം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബികളെ അൽ മുക്സിറൂൻ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അൽ മുക്സിറൂൻ, 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബികളുടെ അവരറിയപ്പെടുന്നത് അൽ മുക്സിറൂൻ എന്നാണ്. 7 സഹാബത്താണ് ഇത്തരത്തിൽ അൽ മുക്സിറൂൻ, റസൂലിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച ആളുകൾ. അവരുടെ 7 ആളുകളുടെയും പേര് അത് മനസ്സിലാക്കാൻ, അത് എളുപ്പത്തിൽ പഠിക്കുന്നതിനായി 2 വരി കവിത പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതായി കാണാം. والمكثرون في رواية الأثر أبو هريرة يليه بن عمر وأنس والبحر كالخدري وجابر وزوجة النبي. 7 ആളുകളാണ്. ഒന്നാമത്തെ ആളാരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. റസൂലിൽ നിന്ന് 5000-ലധികം ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? അബൂ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചവരിൽ രണ്ടാമത്തെ വ്യക്തി. മൂന്നാമത്തെ വ്യക്തി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായി, സേവകനായി 13 കൊല്ലം സേവനമനുഷ്ഠിച്ച മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. നാലാമത്തേത് ഉമ്മു അബ്ദില്ലാഹ് ആയിഷത്തു ബിൻതു അബീ ബക്ർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ അഫ്ഖഹു നിസാഇൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഇൽമുള്ള, പാണ്ഡിത്യമുള്ള വ്യക്തി എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിന്റെ ഭാര്യയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അവർ നബിയിൽ നിന്ന് ധാരാളം ഹദീസുകൾ, 2000-ലധികം ഹദീസുകൾ അവരും നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. അഞ്ചാമത്തെ സ്വഹാബിയാണ് അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇമാമുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവെന്ന് അറിയപ്പെടുന്ന അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ തലയിൽ വെച്ച് കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് തഫ്സീറിന്റെ വിഷയത്തിൽ. അത് പഠിപ്പിച്ചു നൽകാൻ അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും പിൽക്കാലത്ത് തഫ്സീറിന്റെ വിഷയത്തിൽ ഇമാമായി തീരുകയും ചെയ്ത വലിയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ആറാമത്തെ വ്യക്തിയാണ് അബൂ അബ്ദില്ലാഹ് ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലിൽ നിന്ന് 1500-ലധികം ഹദീസുകൾ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഏഴാമത്തെ സഹാബിയാണ് നമ്മളിപ്പോൾ പഠിക്കാനിരിക്കുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹവും റസൂലിൽ നിന്ന് 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ചവർക്കാണ് അൽ മുക്സിറൂൻ എന്ന് പറയപ്പെടുക. അവർ 7 ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഹദീസ് നമുക്ക് വായിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി, എന്റെ റബ്ബേ, അല്ലിംനി ശൈഅൻ അസ്കുറുക വഅദ്ഉക ബിഹി, എന്റെ റബ്ബേ, നിന്നെ സ്മരിക്കുവാൻ, നിന്നെ ഓർക്കുവാൻ, നിന്നെ ദിക്ർ ചൊല്ലുവാൻ, അതുപോലെ തന്നെ നിന്നോട് പ്രാർത്ഥിക്കുവാൻ പറ്റുന്ന വല്ലതും നീ എനിക്ക് പഠിപ്പിച്ചു നൽകണമേ എന്ന് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാല ഖുൽ യാ മൂസ, മൂസ അലൈഹിസ്സലാമിനോട് വിളിച്ചു പറയുകയാണ്, നീ പറഞ്ഞുകൊള്ളുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളുക. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുന്നു, കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, അല്ലാഹുവേ, മുഅ്മിനീങ്ങളായ നിന്റെ എല്ലാ അടിമകളും അവർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മൂസ അലൈഹിസ്സലാം ചോദിച്ചത് എന്താണ്? മൂസ അലൈഹിസ്സലാമിന് പ്രത്യേകമായി അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി വല്ല വാക്കുകളും പഠിപ്പിച്ചു നൽകാനാണ് മൂസ അലൈഹിസ്സലാം ചോദിച്ചത്. ആ സമയത്ത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അങ്ങനെ മൂസ അലൈഹിസ്സലാം പറയുകയാണ്, എല്ലാ അടിമകളും മുഅ്മിനീങ്ങളായ എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ മൂസ, മൂസ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലൗ അന്ന السماوات السبع وعامرهن غيري, 7 ആകാശങ്ങളും
ആ ആകാശത്ത് അതിൽ വസിക്കുന്ന ആളുകളും മനുഷ്യരും ജിന്നുകളും മലക്കുകളും ആ ആകാശത്ത് വസിക്കുന്ന എല്ലാവരും ഗൈരി ഞാനൊഴികെ. അപ്പോൾ ഞാനൊഴികെ ആ 7 ആകാശത്ത് വസിക്കുന്ന അതിലെ മുഴുവൻ നിവാസികളും വൽ അർളീന സബ്അ 7 ഭൂമിയും ഫീ കിഫത്തിൻ അത് തുലാസിന്റെ ഒരു തട്ടിലും വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുലാസിന്റെ മറുതട്ടിലും വെക്കുകയാണെങ്കിൽ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം എന്ന വാക്ക് അത് കനം തൂങ്ങുന്നതാണ്, അത് താഴ്ന്നു നിൽക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനോട് പറയുകയാണ്. ഈ ഹദീസിൽ വന്നിട്ടുള്ള കിഫത്ത് എന്ന് പറഞ്ഞാൽ തുലാസിന്റെ ഒരു തട്ടിലാണ് കിഫത്ത് എന്ന് പറയുക. അത് 3 രൂപത്തിലും വായിക്കാമെന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. കിഫത്ത് എന്നും അതുപോലെ തന്നെ കഫത്ത് എന്നും അതുപോലെ തന്നെ കുഫത്ത് എന്നും വായിക്കാം. പക്ഷേ ഏറ്റവും പ്രസിദ്ധമായത് ഏറ്റവും അറിയപ്പെട്ടത് കെസ്ർ കൊടുത്ത് വായിക്കുക എന്നുള്ളതാണ്. കിഫത്ത് എന്ന വായനയാണ് ഏറ്റവും ഭാഷയിൽ അറിയപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഈ ഹദീസിന്റെ സനദിനെ കുറിച്ച് ചില ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ചില ആളുകൾ ഇത് ദുർബലമാണ്, ഈ ഹദീസ് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസ് സ്വഹീഹാണ് എന്നും അഭിപ്രായപ്പെട്ടതായി കാണാം. ഇമാം ഇബ്നു ഹിബ്ബാൻ അതുപോലെ തന്നെ ഇമാം അൽ ഹാക്കിം ഹാഫിദ് ഇബ്നു ഹജർ ഇവരെല്ലാം ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളാണ്. ഇനി എന്ത് തന്നെയാണെങ്കിലും ഈ ഹദീസിന്റെ ആശയം, അതിന്റെ അർത്ഥം അതെന്താണ്? അത് സ്വഹീഹാണ്, അതിലെന്തില്ല, ആർക്കും സംശയമില്ല. കാരണം ഇതേ ആശയത്തിൽ മറ്റ് ഹദീസുകളും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഇതേ ആശയത്തിലുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ആ ഹദീസിൽ മഹാനായ നൂഹ് അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ മകനും തമ്മിലുള്ള സംഭാഷണമാണ്. ഇപ്പോൾ നമ്മൾ വായിച്ച ഹദീസോ മൂസ അലൈഹിസ്സലാമും അള്ളാഹും തമ്മിലുള്ള സംസാരമാണ്. എന്നാൽ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹം തന്റെ മരണവേളയിൽ മകന് വസിയ്യത്ത് നൽകിയതായി കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അദ്ദേഹം വസിയ്യത്ത് നൽകുകയാണ്. എന്നിട്ട് നൂഹ് അലൈഹിസ്സലാം മകനോട് പറയുന്നു, ഫഇന്ന അസ്സമാവാതി അസ്സബഅ വൽ അർളീന അസ്സബഅ ലൗ വുദിഅത് ഫീ കിഫത്തിൻ 7 ആകാശവും 7 ഭൂമിയും അത് തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുകയും വവുദിഅത് ലാ ഇലാഹ ഇല്ലല്ലാഹു ഫീ കിഫത്തിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിലും വെക്കുകയാണെങ്കിൽ റജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തട്ട് അത് തൂക്കം കൂടുന്നതാണ്, അത് ഭാരത്താൽ അത് താഴ്ന്നു നിൽക്കുന്നതാണ് എന്ന് നൂഹ് അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞതായി കാണാം. അപ്പോൾ ഇതേ ആശയം മറ്റ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമുക്കെല്ലാം പരിചയമുള്ള ഹദീസായിരിക്കും ഹദീസുൽ ബിതാഖ. ഏതാണ് ഹദീസ്? നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ആളുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. എന്നിട്ടോ ഫയുൻശറു അലൈഹി 99 സിജില്ല, അവൻ ചെയ്ത തിന്മകളുടെ തെറ്റുകളുടെ 99 ഏടുകൾ അവന്റെ മുൻപിൽ ഹാജരാക്കപ്പെടും. കുല്ലു സിജില്ലിൻ മിസ്ലു മദ്ദിൽ ബസർ, ആ തിന്മകളുടെ ഓരോ ഏടുകളും അത് കണ്ണെത്താ ദൂരത്തോളം വിശാലമാണ്, അത്രയും വ്യാപിച്ചു കിടക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുന്നുണ്ട്, അതുൻകിറു മിൻ ഹാദാ ഷൈ അവലമക കതബതയ അൽ ഹാഫിദൂൻ. അവനോട് അല്ലാഹു ചോദിക്കും, ഇതിൽ ഏതെങ്കിലും ഒരു തിന്മ നീ അതിനെ നിഷേധിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ എഴുത്തുകാരായ എന്റെ മലക്കുകൾ നിന്നോട് ദുൽമ ചെയ്തിട്ടുണ്ടോ? ആ സമയത്ത് അവൻ പറയും, ലാ യാ റബ്ബ്, ഇല്ല, ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഒരു ദുൽമും എന്നോട് ചെയ്തിട്ടില്ല, അതുപോലെ ഇതിൽ എഴുതപ്പെട്ട കാര്യങ്ങളൊന്നും നിഷേധിക്കുകയും ചെയ്യുന്നില്ല. ആ സന്ദർഭത്തിൽ അല്ലാഹു അവനോട് ചോദിക്കുകയാണ്, അഫലക ഉദ്റുൻ, നിനക്ക് ഈ തെറ്റുകൾക്ക് വല്ല ന്യായവും പറയാനുണ്ടോ? ആ വ്യക്തി പറയും, ഇല്ല. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ലക ഇൻദനാ ഹസന, നിന്റെ ഒരു നന്മ നമ്മുടെ പക്കലുണ്ട്. വ ഇന്നഹു ലാ ദുൽമ അലൈക അൽയൗം, ഈ ദിവസം നിന്നോട് ദുൽമ ചെയ്യപ്പെടുകയില്ല. എന്നിട്ടതാ ഫയുഖ്റജു ബിതാഖതൻ ഫീഹാ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അങ്ങനെ ഒരു ബിതാഖ എന്ന് പറഞ്ഞാൽ ഒരു കാർഡ്, ഒരു പേപ്പർ കൊണ്ടുവരപ്പെടും. അതിൽ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ നന്മയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ആ കാർഡ് തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുകയും അവന്റെ 99 തിന്മകളുടെ ഏടുകൾ അത് തുലാസിന്റെ മറുതട്ടിൽ വെക്കുകയും ചെയ്യും. ആ സന്ദർഭത്തിൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഏട്, ചെറിയ ഏട്, അത് ഭാരം തൂങ്ങുന്നതായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഹദീസും എന്താണ് പഠിപ്പിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അങ്ങേയറ്റം ഭാരമുള്ള നന്മയാണ്, അങ്ങേയറ്റം കനം തൂങ്ങുന്ന സൽക്കർമ്മമാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 4ാമത്തെ ശ്രേഷ്ഠതയായി
ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഹദീസിൽ നോക്കൂ, മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? യാ റബ്ബി അല്ലിംനി ഷൈഅ, അള്ളാഹുവേ എനിക്ക് വല്ലതും പഠിപ്പിച്ചു നൽകണമേ എന്നാണ്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഇൽമ് ലഭിക്കുന്നതിന് വേണ്ടി, ഇൽമ് വർദ്ധിപ്പിച്ചു നൽകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ്. എല്ലാ ദിവസവും സുബഹിന് ശേഷം സുബഹിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്കൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. നാഫിഅയ ഇൽമ്, അതുപോലെ ത്വയ്യിബായ നല്ല ഉപജീവനം, അതുപോലെ സ്വീകരിക്കപ്പെടുന്ന കർമ്മം. ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്. ഇതിൽ ആദ്യം ചോദിച്ച കാര്യം എന്താണ്? നാഫിഅയ ഇൽമാൻ, ശരിയായ ഇൽമുണ്ടാവണം. ആ ശരിയായ ഇൽമുണ്ടെങ്കിലേ ഉപജീവനം അത് ഹലാലാണോ ഹറാമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ശരിയായ ഇൽമുണ്ടാവണം. അതുപോലെ ഒരു കർമ്മം അത് അള്ളാഹു സ്വീകരിക്കപ്പെടുന്നതാണോ തള്ളപ്പെടുന്നതാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? ഇൽമുണ്ടാകണം. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ആദ്യം എന്ത് ചോദിച്ചത്? അള്ളാഹുവിനോട് ഇൽമ് ചോദിച്ചത്. ഇൽമില്ലാത്ത ആൾക്ക് ഹലാലും ഹറാമും വേർതിരിച്ചറിയില്ല. അതുപോലെ സ്വീകരിക്കപ്പെടുന്ന കർമ്മം ഏതാണ്, തള്ളപ്പെടുന്ന കർമ്മം ഏതാണ്, കർമ്മങ്ങൾ അത് തള്ളപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതൊന്നും അയാൾക്ക് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥനയിൽ ആദ്യം ചോദിച്ചത് ഇൽമിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമ് വർദ്ധിപ്പിച്ചു നൽകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതായി കാണാം, ഇൽമിന്റെ ശ്രേഷ്ഠതയായി ഈ ആയത്ത് തന്നെ, ഇത് തന്നെ മതിയായതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് വർദ്ധിപ്പിച്ചു നൽകാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണ്? ഇൽമാണ്. ഇൽമു വർദ്ധിപ്പിച്ചു നൽകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ഇൽമിന്റെ ശ്രേഷ്ഠതയായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അപ്പോൾ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് അവിടുന്ന് ദിക്ർ ചെയ്യുവാൻ, അള്ളാഹുവിനെ ഓർക്കുവാൻ, അതുപോലെ അള്ളാഹുവിനെ ദുആ ചെയ്യുവാൻ ഒരു കാര്യം പഠിപ്പിച്ചു നൽകാൻ ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, അഫ്ദലു ദിക്ർ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ദലു ദുആഇ ദുആഉ യൗമി അറഫ. അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, മഹത്തരമായത്. വഅഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ഞാനും അതുപോലെ എനിക്ക് എന്റെ മുൻ കഴിഞ്ഞു പോയ നബിമാരും അമ്പിയാക്കന്മാരും അവർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ ഖുർആനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ ദിക്റുകൾ അത് 4 വാക്കുകളാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ 4 വാക്കുകളാണ് ഖുർആനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്കുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ഹുന്ന അഫ്ദലുൽ കലാമി ബഅദൽ ഖുർആൻ. ഖുർആനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്ക് ആ 4 എണ്ണമാണ്. വഹുന്ന മിനൽ ഖുർആൻ, ആ 4 വാക്കുകളും അത് ഖുർആനിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് പറയുന്നു, ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത. അതിലേതുകൊണ്ട് നീ ആരംഭിച്ചാലും അത് കുഴപ്പമുള്ള കാര്യമല്ല. അഥവാ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് എന്ന് പറയാം, അതല്ലെങ്കിൽ ആദ്യം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, അങ്ങനെ ഏതുകൊണ്ട് ആരംഭിച്ചാലും അത് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. എന്നാൽ ഈ 4 വാക്കുകൾ അതിലേതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അതിലേറ്റവും ശരിയായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്ത്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം അതാണ്. കാരണം അമലുകളുടെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് തൗഹീദാണ്. ആ തൗഹീദിന്റെ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് വാക്കുകളുടെ കൂട്ടത്തിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത് എന്നവർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ച സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞത് എന്താണ്? നിന്റെ മുഅ്മിനീങ്ങളായ എല്ലാ അടിമകളും അവർ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചത് എന്താണ്? മൂസ അലൈഹിസ്സലാമിന് പ്രത്യേകമായി അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു വാക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നമുക്ക് നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാം ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ, അതിന്റെ പദവിയെ, അതിന്റെ സ്ഥാനത്തെ ഇകഴ്ത്തിക്കൊണ്ടല്ല സംസാരിക്കുന്നത്. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, അതുകൊണ്ട് എനിക്ക് മറ്റൊന്ന് വേണമെന്ന് പറയുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ പദവി, ആ സ്ഥാനത്തെ
വില കുറച്ച് കാണിക്കാനല്ല, മറിച്ച് മൂസ അലൈഹിസ്സലാം അവിടുന്ന് പ്രത്യേകമായി അള്ളാഹുവിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കണമെന്ന്, ചില കാര്യങ്ങൾ അള്ളാഹുവെ കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടി ചില വാക്കുകൾ അവിടുന്ന് ആഗ്രഹിച്ചിരുന്നു എന്നത് മാത്രമാണ്. ഈ ഹദീസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം അത് മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം. പക്ഷെ അള്ളാഹു വീണ്ടും ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് മൂസ അലൈഹിസ്സലാമിനെ. അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാർ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് അവർ ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ളവരാണെങ്കിൽ അമ്പിയാക്കന്മാർക്ക് ശേഷം വന്ന നമ്മുടെ അവസ്ഥ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ നിഅമത്ത്, ആ തൗഹീദ് എന്ന് പറയുന്ന വലിയ അനുഗ്രഹം, അതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്. അതിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും ആ തൗഹീദ് പ്രഖ്യാപിച്ച ആളുകൾ അവർക്കുള്ള അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുകയും ഓർത്തെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തതായി ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഈ അധ്യായത്തിലെ അവസാനത്തെ ഹദീസാണ് കൊടുക്കുന്നത്. എന്താണ്? വലി തിർമിദി, ഇമാം തിർമിദി റഹിമഹുല്ല, അബൂ ഈസ മുഹമ്മദ് ബിൻ ഈസ അത്തിർമിദി, വഹസ്സനഹു. എന്താണ് വഹസ്സനഹു എന്ന് പറഞ്ഞാൽ? ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹം ഹസനാക്കിയിരിക്കുന്നു. ഒരു ഹദീസിനെ അദ്ദേഹം ഹസൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഹസൻ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹദീസാണ്. ഹദീസിനെ നമ്മൾ സ്വഹീഹ് എന്ന് പറയും. ആ സ്വഹീഹിനേക്കാൾ താഴ്ന്ന പദവിയിലുള്ളതാണ് ഹസൻ എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും ആ ഹദീസ് അത് സ്വീകരിക്കപ്പെടുന്ന സ്വീകാര്യമായ ഹദീസാണ്. ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്? അൻ അനസിൻ, അനസ് ബിൻ മാലിക്. നമ്മൾ മുമ്പ് പറഞ്ഞു അനസ് റളിയല്ലാഹു അൻഹു റസൂലിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബത്തിൽപ്പെട്ട ആളാണ്. എത്രാമത്തെ ആളാണ്? അനസ് റളിയല്ലാഹു അൻഹു. ആദ്യം അബൂ ഹുറൈറ, രണ്ടാമത്തേത് അബ്ദുല്ലാഹി ബിൻ ഉമർ, മൂന്നാമത്തേതാണ് ആര്? അനസ് ബിൻ മാലിക്. അപ്പൊ റസൂലിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂലിന്റെ ഖാദിമു റസൂലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 13 കൊല്ലം സേവനമനുഷ്ഠിച്ച സഹാബിയാണ്. അവിടുന്ന് പറയുന്നു സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് പറയുന്നത്? ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് എന്ത് പറയുക? ഹദീസുൻ ഖുദ്സി എന്ന് പറയും, അല്ലെങ്കിൽ ഹദീസുൻ ഇലാഹി എന്നും പണ്ഡിതന്മാർ പറയാറുണ്ട്. അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹു പറയുകയാണ് യബ്ന ആദം, ആദമിന്റെ സന്തതിയെ, മനുഷ്യരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ് ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, തീർച്ചയായും നീ എന്നിലേക്ക് വന്നെത്തുകയാണ്. ബിഖുറാബിൽ അർളി ഖതായ, ഖുറാബ് എന്ന് വായിക്കാം, അതുപോലെ ഖിറാബ് എന്ന് വായിക്കാം. പക്ഷേ ഖാഫിന് വമ്മ കൊടുത്ത് വായിക്കലാണ് ഭാഷയിൽ അറിയപ്പെട്ട കാര്യം. എന്താണ് ഖുറാബുൽ അർള് എന്ന് പറഞ്ഞാൽ? ഭൂമി നിറയെ, ഭൂമി മുഴുക്കെ പാപങ്ങളുമായി തെറ്റുകളുമായാണ് നീ എന്റെ അടുക്കലേക്ക് വരുന്നതെങ്കിൽ, എന്നിട്ടോ സുമ്മ ലഖീതനി, പിന്നീട് നീ എന്നെ കണ്ടുമുട്ടുന്നത്. എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? മരണം മരിച്ചുകൊണ്ട് നീ എന്നെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? ലാ തുശ്രികു ബി ശൈഅ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവനായി, വലിയ ശിർക്കോ ചെറിയ ശിർക്കോ സംഭവിക്കാത്തവനായ നിലയിൽ നീ എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഇതിൽ എന്ത് ഫായിദയുണ്ട്? മരണം വരെ എന്തുണ്ടായിരിക്കണം? തൗഹീദ് ഉണ്ടായിരിക്കണം. മരണം വരെ ആ തൗഹീദിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. അങ്ങനെ യാതൊരു ശിർക്കും വലിയ ശിർക്കോ ചെറിയ ശിർക്കോ സംഭവിക്കാതെ നീ എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ ലഅതൈതുക, തീർച്ചയായും ഞാൻ നിന്നിലേക്ക് വന്നെത്തുന്നതാണ്. ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി നിറയെ തെറ്റുമായിട്ടാണ് നീ എന്റെ അടുക്കലേക്ക് വരുന്നതെങ്കിൽ ആ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി തീർച്ചയായും ഞാൻ നിന്നിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുന്ന് പറയുകയാണ്. അപ്പോൾ ധാരാളം തെറ്റുകൾ ചെയ്ത ആളുകൾ, തൗഹീദുള്ള യാതൊരു ശിർക്കും സംഭവിക്കാത്ത ആളുകൾ, വലിയ ശിർക്കോ ചെറിയ ശിർക്കോ സംഭവിക്കാതെ തെറ്റുകളുമായി അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ്. ഇതിൽ തൗഹീദിന്റെ എന്ത് ശ്രേഷ്ഠതയാണുള്ളത്? തൗഹീദ് തെറ്റുകൾ പൊറുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ന ശ്രേഷ്ഠതയാണ് ഈ ഹദീസിലൂടെ മുഅല്ലിഫ് റഹിമഹുല്ലാ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. എന്നാൽ ഒരാൾ ശിർക്ക് സംഭവിച്ചു, വലിയ ശിർക്ക് സംഭവിച്ചിട്ടാണ് അയാൾ മരണപ്പെടുന്നതെങ്കിലോ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുകയില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുക, അല്ലാഹു അല്ലാത്ത ഖബറിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുക, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ ചെയ്യുക, ഇതൊക്കെ വലിയ ശിർക്കാണ്. ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകലാണ്. അത്തരത്തിൽ വലിയ ശിർക്ക് സംഭവിച്ച് മരണപ്പെട്ടു പോയ ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുകയില്ല. അതാണ് അല്ലാഹു പറഞ്ഞത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നത്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ തൗഹീദ് അത് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്നറിയിക്കുന്നതാണ് ഈ ഹദീസ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, തൗബ അത് തെറ്റുകളെ മായ്ക്കുന്നതാണ്. എന്നാൽ തൗബ തെറ്റുകളെ മായ്ക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് തൗഹീദ് തെറ്റുകളെ മായ്ക്കുമെന്നുള്ള കാര്യം. കാരണം തൗബ എന്നുള്ള നന്മ അതിനേക്കാൾ ഉയർന്ന സ്ഥാനത്താണ് തൗഹീദ് എന്നുള്ള നന്മ. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഹസനത്തു തൗഹീദി അഅ്ളമു മിൻ ഹസനത്തി തൗബ. തൗബ എന്ന് പറയുന്ന നന്മയേക്കാൾ ഉയർന്നതാണ് തൗഹീദ് എന്ന നന്മ. ആ തൗഹീദ് എന്ന നന്മ അത് തിന്മകളെ കരിച്ചു കളയുന്നതാണ്, അത് തിന്മകളെ ഇല്ലാതാക്കി കളയുന്നതാണ് എന്നതാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം. തൗഹീദിന്റെ 5 നന്മകൾ, 5 ഫضലുകൾ, 5 ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതല്ലാത്ത ധാരാളം ശ്രേഷ്ഠതകൾ, ധാരാളം ഫضലുകൾ തൗഹീദിനുണ്ട്. അതുകൊണ്ട് തൗഹീദ് എന്ന് പറയുന്ന ഈ നിഅമത്ത് അതിനെക്കുറിച്ച് നാം അശ്രദ്ധരാകാൻ പാടില്ല. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ അൻഅമല്ലാഹു അലൽ ഇബാദി നിഅമതൻ മിൻ അൻ അറഫഹും അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തന്റെ അടിമകൾക്ക് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അവർക്ക് അറിയിച്ചു കൊടുത്തു, അവർക്കത് മനസ്സിലാക്കി കൊടുത്തു എന്നതിനേക്കാൾ വലിയൊരു നിഅമത്തും അല്ലാഹു നൽകിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വ ഇന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹും ഫിൽ ആഖിറതി കൽ മാഇ ഫിദ് ദുനിയ. ഇഹലോകത്ത് അവർക്ക് വെള്ളം എത്രത്തോളം അനിവാര്യമാണോ അതുപോലെയാണ് പരലോകത്ത് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് എന്ന വാക്യം എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അപ്പോൾ ഇഹലോകത്ത് നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇഹലോകത്ത് ഇവിടെ വെള്ളമുണ്ടായാലാണ് ജീവന്റെ കണികകൾ മുളക്കുന്നത്. പച്ചക്കറികളും അതുപോലെ തന്നെ സസ്യങ്ങളും. ഈ ഭൂമി തന്നെ നിലനിൽക്കണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ്. മനുഷ്യന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. അതുപോലെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ ആ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് തൗഹീദ് ഉണ്ടായിരിക്കണം. അത് ദുനിയാവിൽ വെള്ളത്തെ പോലെ നമുക്ക് അത്യാവശ്യമായ ആഖിറത്തിൽ അത് അത്യാവശ്യമാണ് എന്നാണ് ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് തൗഹീദിലെ കിതാബു തൗഹീദിലെ 2ാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം കിതാബു തൗഹീദിലെ ഈ 2ാമത്തെ അധ്യായത്തിൽ അതിൽ നിന്നുള്ള ഒരു ഫായിദയായി അദ്ദേഹം പറഞ്ഞതായി കാണാം, യുസ്തഫാദു മിൻ ഹാദൽ ബാബി വമാ ജാഅ ഫീഹി ഇസ്ബാതു സിഫാതി ലില്ലാഹി അസ്സ വജൽ ഖിലാഫൻ ലിൽ മുഅത്തില. അല്ലാഹുവിന് സിഫാത്തുകളുണ്ട് എന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ നിങ്ങൾ നോക്കൂ, നമ്മൾ മുൻപ് വായിച്ച ഹദീസുകൾ അതിലൊക്കെ അല്ലാഹുവിന്റെ സിഫാത്തുകൾ അതിൽ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന് വജ്ഹുണ്ട്, അല്ലാഹുവിന് മുഖമുണ്ട് എന്നറിയിക്കുന്ന ഹദീസ് നമ്മൾ വായിച്ചു. അതുപോലെ അല്ലാഹു സംസാരിക്കുന്നവനാണ് എന്ന ഹദീസുകൾ നമ്മൾ വായിച്ചു. ഇതൊക്കെ എന്താണ്? അല്ലാഹുവിന് സിഫാത്തുകളുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഹദീസുകളാണ്. അതാണ് അഹ്ലു സുന്ന വൽ ജമാഅ അപ്രകാരമാണ് വിശ്വസിക്കുന്നത്. ഖുർആനിലും സുന്നത്തിലും അല്ലാഹുവിന്റെ സിഫാത്തുകളായി വന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ അത് അതേ രൂപത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആര്? അഹ്ലു സുന്ന വൽ ജമാഅ. എന്നാൽ പിഴച്ചുപോയ ബിദ്അത്തിന്റെ ആളുകൾ അവർ പല നിലക്കാണ്. ചില ആളുകൾ സിഫാത്തിനെ നിഷേധിച്ചതായി കാണാം. അല്ലാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാകും. അല്ലാഹു ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാഹു സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാകും. അതുകൊണ്ട് അത് ഇല്ല എന്ന് പറയുന്ന, അതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന, അതിന് തെറ്റായ അർത്ഥം കൊടുക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്നാണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അതുമല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്, അള്ളാഹുവിന്റെ മുഖം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്, അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കരം എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ് എന്ന് സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം പിഴച്ചുപോയ ആളുകളാണ്. എന്നാൽ അഹ്ലു സുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അവർ ഖുർആനിലും സുന്നത്തിലും വന്ന തെളിവുകൾ, ഹദീസുകൾ, ആയത്തുകൾ അതിന്റെ ശരിയായ അർത്ഥത്തിൽ അവർ അതിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിനെ നിഷേധിക്കുവാനോ അതിനെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തുവാനോ അതിനെ ദുർവ്യാഖ്യാനിക്കുവാനോ ഒന്നും തന്നെ അവർ തുനിയാറില്ല. അതാണ് ശരിയായ നിലപാട് എന്ന് നമ്മൾ ഇതിനു കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത 3ാമത്തെ അധ്യായമാണ് അടുത്തതായി നമുക്ക് വായിക്കാനുള്ളത്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ബാബു മൻ ഹഖഖ തൗഹീദ ദഖലൽ ജന്നത ബിഗൈരി ഹിസാബ്. തൗഹീദ് സാക്ഷാത്കരിച്ചവൻ, ഹഖഖ എന്ന് പറഞ്ഞാൽ സാക്ഷാത്കരിക്കുകയാണ്. ഹഖഖ ശൈഅ, ഒരു കാര്യം
തഹ്ഖീഖ് നടത്തി എന്ന് പറഞ്ഞാൽ ഹഖഖ എന്ന് പറഞ്ഞാൽ ഇദാ ബലഗ ഗായതഹു, അതിന്റെ പൂർണ്ണത കൈവരിക്കുക എന്നതാണ്. അപ്പൊ തഹ്ഖീഖു തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദ് സാക്ഷാത്കരിക്കുക, അതിന്റെ പൂർണ്ണത കൈവരിക്കുക. അങ്ങനെ ആരെങ്കിലും തൗഹീദ് സാക്ഷാത്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ബിഗൈരി ഹിസാബിൻ, വിചാരണ കൂടാതെ. അള്ളാഹു അവനെ വിചാരണ ചെയ്യുകയില്ല. അവന്റെ കണക്ക് നോക്കാതെ നേരെ അള്ളാഹു സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു വിചാരണ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്നെന്ത് മനസ്സിലായി? അള്ളാഹു അവനെ ശിക്ഷിക്കുകയുമില്ല എന്ന് മനസ്സിലായി. കാരണം വിചാരണയ്ക്ക് ശേഷമാണെന്ന് അദാബ് ഉണ്ടാവുക. അപ്പോൾ വിചാരണയില്ലാതെ നേരിട്ട് അള്ളാഹു അവന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. മാത്രമല്ല മറ്റ് ഹദീസിലെ ചില റിവായത്തുകളിൽ നമുക്ക് കാണാം ബിഗൈരി ഹിസാബിൻ വല അദാബ്, ഹിസാബോ അദാബോ ഇല്ലാതെ അത്തരത്തിലുള്ള ആളുകൾ, തൗഹീദിനെ സാക്ഷാത്കരിച്ച ആളുകൾ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പോൾ തൊട്ട് മുൻപിലുള്ള അധ്യായം, നമ്മൾ അവസാനം പഠിച്ച അധ്യായത്തിൽ എന്താണ് നമ്മൾ പഠിച്ചത്? തൗഹീദിന്റെ ശ്രേഷ്ഠത, അതിന്റെ ഫضിലാണ് പഠിച്ചത്. ആ ശ്രേഷ്ഠത തൗഹീദ് അംഗീകരിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നല്ലാതെ തൗഹീദ് അംഗീകരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ എല്ലാവർക്കും നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ശ്രേഷ്ഠത ലഭിക്കും. എന്നാൽ ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യം അത് തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതയാണ്. അത് തൊട്ട് മുൻപ് പറഞ്ഞതിനേക്കാൾ ഒന്നുകൂടി ഉയർന്ന പദവിയാണ്. അത് എല്ലാവർക്കും, തൗഹീദ് പ്രഖ്യാപിച്ച എല്ലാ ആളുകൾക്കും ആ നേട്ടം, ആ ശ്രേഷ്ഠത അത് ലഭിക്കുകയില്ല. തൗഹീദ് പ്രഖ്യാപിച്ച ചില ആളുകൾക്ക് മാത്രമാണ് ആ പദവി കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ തൗഹീദ് എന്നത് അതിലെല്ലാവരും ഒരേ പദവിയിലല്ല, ആളുകൾ അതിൽ വ്യത്യാസമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാനിരിക്കുന്നത് തഹ്ഖീഖു തൗഹീദാണ്. തൗഹീദ് ഉണ്ട്, അതുപോലെ തഹ്ഖീഖു തൗഹീദ് ഉണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുക, അതോടുകൂടി എന്തായി? ഒരാൾ മുസ്ലിമായി. തഹ്ഖീഖു തൗഹീദാണ്, അത് തൗഹീദാണ്. എന്നാൽ തഹ്ഖീഖു തൗഹീദ് ഉണ്ട്, തൗഹീദിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളത്. കാരണം തൗഹീദ് പറഞ്ഞ എല്ലാവരും ഒരേ പദവിയിലല്ല, അവർക്കിടയിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ജനങ്ങളുടെ കൂട്ടത്തിൽ തൗഹീദ് ഏറ്റവും പൂർണ്ണമായ രീതിയിൽ പൂർത്തീകരിച്ചവർ അവർ അമ്പിയാക്കന്മാരാണ്, റസൂലുമാരാണ്. ആ റസൂലുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അത് പൂർത്തീകരിച്ച ആളുകൾ ഉലുൽ അസ്ം എന്ന് പറയുന്ന 5 പ്രവാചകന്മാരാണ്. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് ആ ഉലുൽ അസ്മിൽ ആ തൗഹീദ് ഏറ്റവും നന്നായി പൂർത്തീകരിച്ചവർ, സാക്ഷാത്കരിച്ചവർ ഖലീലാൻ, അള്ളാഹുവിന്റെ 2 ഖലീലുകൾ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അവരിൽ ഏറ്റവും നന്നായി തൗഹീദ് പൂർണ്ണമായി സാക്ഷാത്കരിച്ച ആളാരാണ്? സയ്യിദുൽ മുർസലീൻ വഖാതമുൻ നബിയീൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ തൗഹീദ് സാക്ഷാത്കരിച്ചവരാണ് ആര്? അമ്പിയാക്കന്മാരും മുർസലീങ്ങളായ ആളുകളും. പണ്ഡിതന്മാർ പറയുന്നു വതഹ്ഖീഖു തൗഹീദി അലാ ദറജതൈൻ, തൗഹീദിനെ അതിന്റെ പൂർണ്ണത കൈവരിക്കുക, അത് സാക്ഷാത്കരിക്കുക എന്നുള്ളത് അത് 2 പദവികളാണുള്ളത്. ഒന്നാമത്തേത് തഹ്ഖീഖു തൗഹീദിൽ വാജിബ്, തഹ്ഖീഖു തൗഹീദ് അൽ വാജിബ്. അതെന്താണ്? അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു ബിഫിഅലി മാ അമറ അല്ലാഹു ബിഹി അസ്സ വജല്ല ബിഹി മിനൽ വാജിബാതി സാബിതതി ഫിൽ കിതാബി വസ്സുന്നഹ്, ഖുർആനിലും സുന്നത്തിലും അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള നിന്നോടുള്ള നിർബന്ധ ബാധ്യതകൾ, കൽപ്പനകൾ അത് അനുഷ്ഠിക്കുക. എന്നിട്ട് തൗഹീദിനെ നീ പൂർണ്ണമാക്കുക. ആ തൗഹീദിനെ അതിനെ പൂർണ്ണമാക്കേണ്ടതുണ്ട്. ആ തൗഹീദ് പ്രഖ്യാപിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ അത് അനുഷ്ഠിക്കുക. അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയും ചെയ്യുക. അതോടൊപ്പം ആ തൗഹീദിനെ നീ സംശുദ്ധമാക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങളിൽ നിന്ന് അതിനെ ശുദ്ധമാക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒന്നാമത്തേത് അശ്ശിർക്കുൽ അസ്ഗർ. ഷിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എന്താണ് പറയുന്നത്? ഷിർക്കു അൽ അസ്ഗർ എന്നാണ്. എന്താണ് ഷിർക്കുൽ അക്ബർ എന്ന് പറയാത്തത്? കാരണം ഷിർക്കുൽ അക്ബർ ഉള്ളവൻ അവനെന്തില്ല? തൗഹീദേ ഇല്ല. ഇവിടെ ഷിർക്കുൽ അസ്ഗർ പറയുന്നത് തഹ്ഖീഖു തൗഹീദാണ്. തൗഹീദ് ഉള്ളവൻ അവന്റെ തൗഹീദിനെ സാക്ഷാത്കരിക്കണമെങ്കിൽ അവനെന്ത് വേണം? ചെറിയ ശിർക്കും
അവനിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം ചെറിയ ശിർക്ക് എന്ന് പറയുന്നത് അത് നമ്മുടെ തൗഹീദിന്റെ സാക്ഷാത്കാരത്തെ, അതിന്റെ പൂർണ്ണതയെ കളങ്കപ്പെടുത്തുന്ന, അതിനെ കേടുവരുത്തുന്ന കാര്യമാണ്. ചെറിയ ശിർക്ക് അത് നമ്മുടെ തൗഹീദിന്റെ പൂർണ്ണതയെ അത് കളങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചെറിയ ശിർക്കിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഈ കാലഘട്ടത്തുണ്ട്. ആളുകൾ ഇബാദത്തുകൾ ചെയ്യുന്നത് അത് മുഴുവൻ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള പ്രവണതകൾ വർദ്ധിച്ച കാലഘട്ടമാണ്. എന്ത് ചെയ്താലും അതെല്ലാം സ്റ്റാറ്റസുകളായും സ്റ്റോറികളായും, ഇബാദത്തുകൾ പോലും അത്തരത്തിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കുൽ അസ്ഗർ അതങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു സ്വഹാബത്തിന്റെ വിഷയത്തിൽ. ആരാണ് സ്വഹാബത്ത്? തൗഹീദിന്റെ നെടും തൂണുകളാണ് അവർ. തൗഹീദിനു വേണ്ടി തങ്ങളുടെ നെഞ്ചുകൾ വിരിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുന്ന അമ്പുകൾ അത് തടുത്ത സഹാബത്ത് അവരുടെ വിഷയത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിനെ ഭയപ്പെട്ടിരുന്നു. മഹാനായ മഹ്മൂദ് ഇബ്നു ലബീദ് അൽ-അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഞാൻ നിങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് അത് ചെറിയ ശിർക്കിനെയാകുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് റിയ. അതെന്താണ്? റിയ ആണ്, ലോകമാന്യത, ആളുകളെ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ശിർക്കുൽ അസ്ഗർ അത് തൗഹീദിന്റെ സാക്ഷാത്കാരത്തെ, ആ തൗഹീദിന്റെ പൂർണ്ണതയെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്തായിരിക്കണം? സംശുദ്ധമായിരിക്കണം. രണ്ടാമത്തേത് അൽ ബിദ്അ, തൗഹീദിന്റെ സാക്ഷാത്കാരത്തെ അതിനെ കളങ്കപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്ത് പലതരത്തിലുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ബിദ്അത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണെന്ത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അത് ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണ്, കുഫ്റാകുന്ന ബിദ്അത്താണ്. അതുപോലെ ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങളുണ്ട്, ബിദ്അത്താകുന്ന വിശ്വാസങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം ബിദ്അത്തുകൾ എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം അപകടമുള്ള കാര്യമാണ്. അത് നമ്മെ പതിയെ പതിയെ ശരിയായ ദീനിൽ നിന്നും നമ്മെ കുഫ്റിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. കാരണം ബിദ്അത്തുകൾ അതെങ്ങനെയാണ് തൗഹീദിന്റെ പൂർണ്ണതയെ ബാധിക്കുന്നത്? എങ്ങനെയാണ്? ബിദ്അത്തുകൾ ചെയ്യുന്ന ആൾ അവൻ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നവനാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വത്തബിഊഹു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, നിങ്ങൾ പുത്തൻ ആചാരങ്ങളെ ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. പക്ഷേ ബിദ്അത്തുകൾ ചെയ്യുന്നവൻ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയല്ലാത്ത മറ്റൊരു വഴി സ്വീകരിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് അവൻ എതിരാവുകയാണ്. അപ്പോൾ തൗഹീദ് പ്രഖ്യാപിച്ചവൻ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ മുഴുവനായും പാലിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ആദ്യമായി പറഞ്ഞത്. അത് തൗഹീദ് പ്രഖ്യാപിച്ചവന്റെ മേൽ അനിവാര്യമാകുന്ന കാര്യമാണ്. അപ്പോൾ ബിദ്അത്തുകൾ ചെയ്യുന്നവൻ ഇത്തരത്തിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരായി പ്രവർത്തിക്കുന്നു എന്നത് അത് തൗഹീദിലുള്ള കുറവ് തന്നെയാണ്. രണ്ടാമത്തേത്, ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ അവരുടെ ദേഹേച്ഛയെയാണ് പിന്തുടരുന്നത്. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് മുൻപിൽ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, അതല്ലെങ്കിലോ അവന്റെ ദേഹേച്ഛയെ, അവന്റെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുക എന്നുള്ളതാണ്. അപ്പോൾ റസൂലിന്റെ സുന്നത്തിനെ ഒഴിവാക്കി ബിദ്അത്തുകൾ പിൻപറ്റുന്ന ആളുകൾ അവർ പിൻപറ്റുന്നത് ആരെയാണ്? അവരുടെ ഹവ, അവരുടെ ദേഹേച്ഛയെയാണ് അവർ പിൻപറ്റുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞതായി കാണാം. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, ഫഇല്ലം യസ്തജീബു ലക്, നബിയോട് പറയുകയാണ്, നബിയെ നിന്റെ വിളിക്ക് അവർ ഉത്തരം നൽകിയില്ല എങ്കിൽ ഫഅലം, നീ അറിഞ്ഞുകൊള്ളുക, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ പിൻപറ്റുന്നത് അവരുടെ ദേഹേച്ഛകളെ, അവരുടെ തന്നിഷ്ടങ്ങളെ മാത്രമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള യാതൊരു മാർഗദർശനവും കൂടാതെ ഇത്തരത്തിലുള്ള ഹവകൾ, തന്നിഷ്ടത്തെ പിൻപറ്റുന്നവൻ അവനേക്കാൾ വഴിപിഴച്ചവനായി മറ്റാരുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതായി കാണാം. അപ്പോൾ ബിദ്അത്തുകൾ അത് ദേഹേച്ഛയെ പിൻപറ്റലാണ്. അത് തൗഹീദിനെ, ആ തൗഹീദിന്റെ സാക്ഷാത്കാരത്തെ അതിനെ ബാധിക്കുന്ന, അതിനെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ മൂന്നാമത്തെ ഒരു അപകടമാണ്, ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നവൻ അവൻ വാദിക്കുന്നത് എങ്ങനെയാണ്? ഈ ദീൻ അത് പൂർണ്ണമല്ല എന്നവൻ വാദിക്കുന്നത് പോലെയാണ് അവന്റെ പ്രവർത്തനങ്ങൾ. അവൻ നാവ് കൊണ്ടത് പറയുന്നില്ലെങ്കിലും അവൻ ബിദ്അത്തിലൂടെ, അവന്റെ പ്രവർത്തനങ്ങളിലൂടെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഇസ്ലാം ദീൻ പൂർണ്ണമല്ല, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലതൊക്കെ നമുക്ക് അറിയിച്ചു തരാതെ പോയിട്ടുണ്ട് എന്നതാണ് അവൻ അവന്റെ പ്രവർത്തനത്തിലൂടെ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ബിദ്അത്തിന്റെ ആളുകൾ അവൻ എന്ത് വാദിക്കും? ബിദ്അത്തിന്റെ ആളുകൾ അവർ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെ, അവിടുത്തെ പദവിയെ ഇടിച്ചു താഴ്ത്തുന്ന ആളുകളാണ്. നബി നമുക്ക് റിസാലത്ത് അറിയിച്ചു നൽകിയിട്ടില്ല, അതല്ലെങ്കിൽ നബിക്ക് അറിയാത്ത പല കാര്യങ്ങളും നമുക്കറിയാം എന്നാണ് ബിദ്അത്തുകാരൻ അവന്റെ പ്രവർത്തനത്തിലൂടെ കാണിക്കുന്നത്. പക്ഷേ അവനെന്ത് പറയും? ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ അവരെന്താണ് പറയാറുള്ളത്? ഞങ്ങൾക്ക് നബിയോട് അങ്ങേയറ്റം ഇഷ്ടമുണ്ട്, നബിയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നബിദിനാഘോഷം നടത്തുന്നത്, അതല്ലെങ്കിൽ നബിയോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ധാരാളമായ ബിദ്അത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് എന്നൊക്കെ അവർ വാദിക്കുന്നതായി കാണാം. യഥാർത്ഥത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ അവർ തൗഹീദിലും അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഇലും അവർക്ക് വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് അവരുടെ തൗഹീദിലുള്ള കുറവാണ്. അപ്പോൾ ചെറിയ ശിർക്ക് അത് പൂർണ്ണമായും ഒഴിവാകണം. അതുപോലെ തന്നെ ബിദ്അത്തുകൾ അതിന്റെ ഇനങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാകണം. മൂന്നാമത്തെ കാര്യമാണ് അൽ മഅസിയ, തെറ്റുകൾ. തൗഹീദ് സാക്ഷാത്കരിക്കണമെങ്കിൽ തൗഹീദ് തഹ്ഖീഖു തൗഹീദിൽ വാജിബ്, അതിന്റെ മൂന്നാമത്തെ കാര്യമാണ് തെറ്റുകൾ, പാപങ്ങൾ. തെറ്റുകൾ അത് നമ്മുടെ തൗഹീദിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ അത് വളരെ വലുതാണ്. പക്ഷേ ആളുകൾ അതിനെക്കുറിച്ച് പല ആളുകളും അശ്രദ്ധരാണ് എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇബാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? മഹബ്ബത്താണ്. അള്ളാഹുവിനെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള അതിന്റെ അടിസ്ഥാനം അള്ളാഹുവോടുള്ള ഇഷ്ടമാണ്. അള്ളാഹുവോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുന്നത്. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത് അള്ളാഹുവിനുള്ള ഇഷ്ടമാണ്. അപ്പോൾ ഇബാദത്തിന്റെ അസ്ല് അത് മഹബ്ബത്താണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവൻ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ, അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടണം, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കണം. അപ്പോഴാണ് ആ സ്നേഹം അത് സത്യസന്ധമാവുകയുള്ളൂ. അള്ളാഹുവോടുള്ള സ്നേഹം അത് അനിവാര്യമാക്കുന്ന കാര്യമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടുക, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളെ അത് ഒഴിവാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാപങ്ങൾ, തിന്മകൾ അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വെറുക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പാപങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അത് ഒരാളുടെ തൗഹീദിലുള്ള കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. കാരണം തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അവർ അനുസരിക്കുന്നത് ആരെയാണ്? പിശാചിനെയും അതുപോലെ തന്നെ അവന്റെ നഫ്സിന്റെ ദേഹേച്ഛയെയുമാണ് അവൻ അനുസരിക്കുന്നത്. അപ്പോൾ അത് അള്ളാഹുവിനുള്ള അനുസരണയിൽ അതിൽ നിന്ന് അവൻ മാറി പിശാചിനെയും അതുപോലെ അവന്റെ ദേഹേച്ഛയെയുമാണ് അവൻ അനുസരിക്കുന്നത്. അത് തൗഹീദിലുള്ള കുറവ് തന്നെയാണ്. അതുപോലെ പണ്ഡിതന്മാർ രണ്ടാമതായി പറഞ്ഞതായി കാണാം, തെറ്റ് ചെയ്യുന്ന ആളുകൾ അവന്റെ മനസ്സിൽ അള്ളാഹുവെ കുറിച്ചുള്ള ഭയം അത് കുറഞ്ഞു പോവുകയാണ്. അള്ളാഹുവെ കുറിച്ചുള്ള ഭയം കുറയുമ്പോഴാണ് അവൻ തെറ്റുകൾ ചെയ്യുന്നത്. അള്ളാഹുവെ ഭയപ്പെടുക എന്നുള്ളത് അത് തൗഹീദിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹുവെ ശരിയായ രീതിയിൽ അവൻ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ അവൻ ആ തെറ്റ് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവൻ അവൻ അള്ളാഹുവെ കുറിച്ചുള്ള ഖൗഫിൽ അവന് കുറവ് സംഭവിക്കുന്നുണ്ട്. അതവന്റെ തൗഹീദിന്റെ സാക്ഷാത്കാരത്തെ, തൗഹീദിന്റെ പൂർണ്ണതയെ അത് ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അവർ അള്ളാഹു ആ തെറ്റിന് നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷകൾ, അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകൾ അതിനെക്കുറിച്ച് അവൻ അശ്രദ്ധനാവുകയാണ്. അതല്ലെങ്കിൽ അതിൽ അവന്റെ ഖൗഫ് കുറയുന്നത് പോലെ ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ താക്കീതുകളെ, മുന്നറിയിപ്പുകളെ കുറിച്ച്, ആ കാര്യത്തെക്കുറിച്ച് അവന്റെ വിശ്വാസത്തിൽ കുറവ് സംഭവിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അവൻ തെറ്റുകൾ ചെയ്യുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു, തെറ്റുകളിൽ ഏർപ്പെടുന്ന ആളുകൾ, തിന്മകൾ ചെയ്യുന്ന, അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, അവരുടെ ഹൃദയങ്ങൾ എപ്പോഴും ആ തെറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കും. അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കാൻ, അതുപോലെ അള്ളാഹു അല്ലാത്ത ആളുകൾ പ്രതീക്ഷയർപ്പിക്കാൻ, അങ്ങനെ ഏത് തെറ്റിലാണോ അവൻ മുഴുകുന്നത് അതിനോട് അവന്റെ ഹൃദയത്തിൽ ഒരു ബന്ധമുണ്ടാകും. ഇത് അവന്റെ തൗഹീദിന്റെ പൂർണ്ണതയിലുള്ള കുറവാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പാപങ്ങൾ ചെയ്ത ആളുകൾ, തെറ്റുകൾ ചെയ്യുന്ന, അതിൽ തുടരുന്ന ആളുകൾ, അവരുടെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള തെറ്റുകളോട് അവന് ഒരു അംശം സ്നേഹവും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതീക്ഷയും അവലംബവും ഒക്കെ ഉണ്ടായിരിക്കും. അത് തൗഹീദിൽ അവനിൽ കുറവ് സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് അവൻ എന്താക്കുന്നില്ല, ഇസ്ലാമിൽ നിന്ന് അവനെ പുറത്താക്കുന്നില്ല. കാരണം അവൻ തെറ്റുകൾ അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ തെറ്റുകളെ സ്നേഹിക്കുന്നു, അള്ളാഹുവുള്ള ഇഷ്ടം പോലെ അതിനെ സ്നേഹിക്കുന്നു എന്നതല്ല, മറിച്ച് ആ തെറ്റുകളോട് അവന്റെ ഹൃദയത്തിൽ ഒരു അംശം സ്നേഹവും അതുപോലെ പ്രതീക്ഷയും ഒക്കെ ഉണ്ടാകുന്നത് കാരണത്താൽ അത് അവന്റെ തൗഹീദിനെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ തൗഹീദ് പൂർണ്ണമാകാൻ ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ഒഴിവാകണം. ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക് ഉണ്ടാകാൻ പാടില്ല. ബിദ്അത്തുകൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ തിന്മകൾ ഒഴിവാക്കണം. അപ്പോൾ തിന്മകൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? തൗഹീദ് പൂർണ്ണമാകാൻ ഒരാൾക്ക് ഇസ്മത്ത് ഉണ്ടാകണം എന്നാണോ? അയാൾ തെറ്റ് സംഭവിക്കില്ല എന്നാണോ? അല്ല, തെറ്റുകൾ സംഭവിക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ കുല്ലു ബനി ആദമ ഖത്താ, ആദം സന്തതികൾ അവർക്ക് തെറ്റുകൾ സംഭവിക്കും. പക്ഷേ തൗഹീദ് പൂർത്തീകരിച്ച ആളുകൾ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, അവർ തെറ്റുകൾ സംഭവിച്ചാൽ പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവരായിരിക്കും, ആ തെറ്റുകളിൽ തുടരാത്തവരായിരിക്കും. അതുപോലെ തന്നെ തെറ്റുകൾ അവരിൽ സംഭവിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിരിക്കും എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, അവർ വല്ല മ്ലേച്ഛമായ നീചകൃത്യം ചെയ്തു പോയാൽ, അതല്ലെങ്കിൽ സ്വന്തത്തോട് വല്ല തെറ്റുകളും ചെയ്തു പോയാൽ, ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുകയും ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ തെറ്റുകൾക്ക് അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ചെറിയ ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിൽ നിന്ന് തൗഹീദ് നമ്മൾ എന്താക്കണം, ഈ കളങ്കപ്പെടുത്തുന്ന ഈ 3 കാര്യങ്ങളിൽ നിന്നും തൗഹീദിനെ നമ്മൾ സംശുദ്ധമാക്കണം. ഇത് വെടിയുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരുന്ന കാര്യം എന്താണ്? തൗഹീദ് പൂർണ്ണമായി തീരും. അതുപോലെ ഇഖ്ലാസും റസൂലിനുള്ള ഇത്തിബാഉം ഇതിലൂടെ നമ്മിൽ ഉണ്ടായിത്തീരുന്നതാണ്. ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് തൗഹീദ് അത് സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഇതാണ് തൗഹീദിന്റെ ഒന്നാമത്തെ തഹ്ഖീഖു തൗഹീദിന്റെ ഒന്നാമത്തെ പദവി. ഇതാണ് തഹ്ഖീഖു തൗഹീദിൽ വാജിബ്. ഇനി തഹ്ഖീഖു തൗഹീദിൽ മുസ്തഹബ്, അതാണ് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് സൂചിപ്പിക്കാം. ബറകല്ലാഹു ഫീക്കും. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.